ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. ഒരു വസ്തുവിൻ്റെ ആധാരം അഥവാ പ്രമാണം എന്നത് വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ്. ഒരു വസ്തുവിൻ്റെ കൈമാറ്റം, വാങ്ങൽ, വിൽക്കൽ തുടങ്ങിയ എല്ലാ വിവരങ്ങളും അതിലുണ്ടാവും. വസ്തുവിൻ്റെ നിയമപരമായ ഉടമസ്ഥൻ നിങ്ങളാണെന്ന് തെളിയിക്കുന്ന ഈ രേഖ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങളുടെ വസ്തുവിൻ്റെ ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടാൽ ഇനി പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും. ആദ്യത്തേത് വസ്തു വിൽക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വസ്തു വിൽക്കുമ്പോൾ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ ഒറിജിനൽ ആധാരം ആവശ്യമാണ്. ഒറിജിനൽ ആധാരം നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഇടപാടിന് കാലതാമസം നേരിടാനും ചിലപ്പോൾ ആ ഇടപാടിൽ നിന്നും അവർ പിന്തിരിയാനും സാധ്യതയുണ്ട്. അടുത്തത് ലോൺ ലഭിക്കാനുള്ള തടസ്സങ്ങളാണ്. ബാങ്കിൽ നിന്നോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ലോൺ എടുക്കാനായി ഒറിജിനൽ ആധാരം നിർബന്ധമാണ്. നിയമപരമായി ഉണ്ടാകാവുന്ന മറ്റ് പ്രശ്നങ്ങളാണ് അടുത്തത്. വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആവശ്യമായി വരുന്ന പ്രധാന രേഖ ഒറിജിനൽ ആധാരമാണ്. അതിനാൽ ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം നേടാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന് ഒറിജിനൽ ആധാരത്തിൻ്റെ അത്ര തന്നെ നിയമപരമായ സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രക്രിയ പൂർത്തിയാകാൻ ചില നടപടികളും കാലതാമസവും വരും. അതിനു മുമ്പ് എന്താണ് ഒരു ആധാരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നും എന്താണ് ഒരു ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എന്നും നോക്കാം. ഒരു ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി അഥവാ അടയാളസഹിതം പകർപ്പ്, ഡ്യൂപ്ലിക്കേറ്റ് എന്നിവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഒരു ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി അഥവാ അടയാളസഹിത പകർപ്പെന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ ആധാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പകർപ്പ് സർക്കാർ രേഖയായി അവിടെ സൂക്ഷിക്കുന്നു. ആ രേഖയുടെ ഔദ്യോഗിക പകർപ്പ് അഥവാ കോപ്പിയാണ് സർട്ടിഫൈഡ് കോപ്പി. ഇത് സബ് രജിസ്ട്രാർ ഒപ്പിട്ട് ഓഫീസിൽ വെച്ച് നൽകുന്നതിനാൽ നിയമപരമായ രേഖയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ചില നിയമപരമായ ആവശ്യങ്ങൾക്കായി സർട്ടിഫൈഡ് കോപ്പി ആവശ്യമായി വരാം. ഉദാഹരണത്തിന്, വസ്തുവിൻ്റെ രേഖകൾ നിയമപരമായി പരിശോധിക്കുമ്പോൾ, ബാങ്കുകൾ വായ്പ നൽകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സർട്ടിഫൈഡ് കോപ്പി ആവശ്യപ്പെട്ടേക്കാം. ഇനി ഒരു ആധാരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡീഡ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഒറിജിനൽ ആധാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ ഔദ്യോഗികമായി ലഭിക്കുന്ന പകർപ്പാണ് ഡ്യൂപ്ലിക്കേറ്റ് ആധാരം. അതിനായി പോലീസ് കംപ്ലയിൻറ്റും പത്രപരസ്യവും ഉൾപ്പെടെ ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടികൾ ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിനും നിയമപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. ചുരുക്കത്തിൽ, സർട്ടിഫൈഡ് കോപ്പി എന്നത് രജിസ്ട്രേഷൻ വകുപ്പ് സൂക്ഷിച്ചിട്ടുള്ള ആധാരത്തിൻ്റെ പകർപ്പാണ്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നത് ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആവശ്യമായ നിയമ നടപടികൾക്ക് ശേഷം നൽകുന്ന രേഖയാണ്. രണ്ട് രേഖകൾക്കും നിയമപരമായ സാധുതയുണ്ട്. എന്നാൽ ഒറിജിനൽ ആധാരം കൈവശമുള്ളപ്പോൾ സർട്ടിഫൈഡ് കോപ്പി ഒരു അധിക രേഖയായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ആധാരത്തിൻ്റെ പകരമായി ഉപയോഗിക്കുന്നു. ഇനി ഒറിജിനൽ ആധാരം നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ആധാരം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകണം. പരാതിക്കാരൻ്റെ പൂർണ്ണ മേൽവിലാസവും ഫോൺ നമ്പരും പരാതിയിലുണ്ടാകണം. നഷ്ടപ്പെട്ട ആധാരത്തിൻ്റെ നമ്പർ, രജിസ്ട്രേഷൻ തീയതി, ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്തത് എന്നതിൻ്റെ വിവരങ്ങൾ, ആധാരം കൈവശമുണ്ടായിരുന്ന അവസാന തീയതി, ആരുടെ പേരിലാണോ ആധാരം ഉണ്ടായിരുന്നത് എന്നതിൻ്റെ മറ്റ് രേഖകളും വിവരണങ്ങളും, വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥലം, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ, വിസ്തീർണം, വസ്തുവിൻ്റെ അതിരും എന്നിവയും പരാതിയിലുണ്ടാകണം. നഷ്ടപ്പെട്ട സാഹചര്യവും വ്യക്തമാക്കണം. അത് വീട്ടിൽ വെച്ചാണോ, യാത്രയ്ക്കിടയിലാണോ, മറ്റെവിടെയെങ്കിലും വെച്ചാണോ എന്നത് സൂചിപ്പിക്കണം. നഷ്ടപ്പെട്ട ആധാരം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി FIRഉം നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റും നൽകണമെന്ന് അഭ്യർത്ഥിക്കണം. NTC അഥവാ നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് എന്നത് രേഖ നഷ്ടപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഭാവിയിൽ ഈ ആധാരം ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിന് താൻ ഉത്തരവാദിയല്ലെന്ന് പരാതിയിൽ വ്യക്തമാക്കണം. പരാതിയുടെ ഒരു പകർപ്പ് സ്വീകരിച്ച് അതിൽ SHOയുടെ ഒപ്പും സീലും വാങ്ങണം. ഈ പകർപ്പ് പിന്നീട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന് അപേക്ഷിക്കുമ്പോൾ ആവശ്യമാണ്. അടുത്ത നടപടി പത്രപരസ്യമാണ്. പത്രങ്ങളിൽ പരസ്യം നൽകുമ്പോൾ രണ്ട് പ്രധാന പത്രങ്ങളിൽ പരസ്യം ചെയ്യണം. ഒന്ന് പ്രാദേശികമായി ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു മലയാളം പത്രത്തിലും മറ്റൊന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ്. ഇത് നിയമപരമായി ചെയ്യേണ്ടതാണ്. ആധാരം ആരുടെ പേരിലാണോ ഉള്ളത് ആ ആളിൻ്റെ പൂർണ്ണമായ വിലാസം, ആധാരം രജിസ്റ്റർ ചെയ്ത വർഷവും തീയതിയും, ആധാരത്തിൻ്റെ നമ്പർ, ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്തത്, വസ്തുവിൻ്റെ സർവേ നമ്പർ, വില്ലേജ്, താലൂക്ക്, ജില്ല, വിസ്തീർണം എന്നിവയും ഉൾപ്പെടുത്തണം. ആധാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമാക്കണം. ആധാരം കണ്ടെത്തുന്നവർക്ക് കൈമാറാനുള്ള അഭ്യർത്ഥനയും അവർക്ക് ബന്ധപ്പെടാനുള്ള മേൽവിലാസവും ഫോൺ നമ്പരും നൽകണം.
കൂടാതെ നഷ്ടപ്പെട്ട ആധാരം ഉപയോഗിച്ച് ഭാവിയിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അത് നിയമപരമായി അസാധുവായിരിക്കുമെന്ന് വ്യക്തമായി പരസ്യത്തിൽ സൂചിപ്പിക്കുകയും വേണം. ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പരസ്യം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 15 ദിവസത്തിനകം അറിയിക്കാവുന്നതാണെന്നും സൂചിപ്പിക്കണം. ഈ പരസ്യം നൽകുന്നതിന് വ്യക്തമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന നോട്ടറൈസ്ഡ് അഫിഡവിറ്റും ഒരു വക്കീലിൻ്റെ കത്തും പരസ്യത്തിൻ്റെ കൂടെ പത്രം ഓഫീസിൽ നൽകണം. പോലീസ് കംപ്ലയിൻറ്റും പത്രപരസ്യം നൽകിക്കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന് അപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞുവെന്ന് പറയാം. അതിനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച FIR പകർപ്പും നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. കൂടാതെ പത്രപരസ്യത്തിൻ്റെ ഡീറ്റെയിൽസും ആവശ്യമാണ്. ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത അഫിഡവിറ്റ് തയ്യാറാക്കുക എന്നതാണ് അടുത്ത നടപടി. അഫിഡവിറ്റിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ആധാരം നഷ്ടപ്പെട്ട ആളിൻ്റെ പേരും മേൽവിലാസവും, വസ്തുവിൻ്റെ സർവേ നമ്പർ, വിസ്തീർണം, വില്ലേജ്, താലൂക്ക്, ജില്ല എന്നിവ, നഷ്ടപ്പെട്ട ആധാരത്തിൻ്റെ നമ്പർ, രജിസ്റ്റർ ചെയ്ത തീയതി, സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവ, ആധാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണം, ആധാരം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ, കൂടാതെ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്നും യാതൊരുവിധ ദുരുദ്ദേശമില്ലെന്നും വ്യക്തമാക്കണം. അഫിഡവിറ്റ് ഒരു അഭിഭാഷകൻ്റെ സഹായത്തോടെ തയ്യാറാക്കി നോട്ടറിയുടെ ഒപ്പും സീലും വാങ്ങണം. ഇനി താഴെ പറയുന്ന രേഖകൾ സഹിതം വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിനായി അപേക്ഷിക്കണം. ആ രേഖകൾ ഇവയൊക്കെയാണ്: പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച FIRൻ്റെ പകർപ്പ്, നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ്, മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്ന പരസ്യത്തിൻ്റെ ഡീറ്റെയിൽസ്, നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സത്യവാങ്മൂലം, വസ്തു ഉടമയുടെ തിരിച്ചറിയൽ രേഖകളായ ആധാർ, പാൻ എന്നിവയുടെ പകർപ്പുകൾ. ഇവ സഹിതം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിനായുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം. ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിനായി സർക്കാർ നിശ്ചയിച്ച ഫീസും അടയ്ക്കണം. നിലവിൽ കേരളത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിനായുള്ള അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായി സമർപ്പിക്കാൻ കഴിയില്ല. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ലഭിക്കുന്നതിന് പോലീസ് റിപ്പോർട്ട്, പത്രപരസ്യം, സത്യവാങ്മൂലം തുടങ്ങിയ രേഖകൾ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഈ രേഖകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുള്ളതുകൊണ്ടാണ് പൂർണ്ണമായ ഓൺലൈൻ സംവിധാനം നിലവിലില്ലാത്തത്. അതിനാൽ കൈവശമുള്ള എല്ലാ രേഖകളും സഹിതം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. എന്നാൽ ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പിക്കായി ഓൺലൈനിൽ അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റായ pal.registration.kerala.gov.in വഴി ഇത് സാധ്യമാണ്. പൊതുവെ അപേക്ഷ സമർപ്പിച്ച് 2 മുതൽ 4 ആഴ്ചയ്ക്കകം ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം സബ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷയുടെ പുരോഗതിയെക്കുറിച്ച് അന്വേഷിച്ചറിയണം. കാരണം രേഖകളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അപേക്ഷകൻ്റെ സഹായം വേണ്ടി വന്നേക്കാം. ആധാരം പോലുള്ള സുപ്രധാന രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പ്രകൃതി ദുരന്തം, തീപിടുത്തം തുടങ്ങിയ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ അവ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ അല്ലാതെ നഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ്. നമ്മുടെ വീടും വസ്തുക്കളും ഉൾപ്പെട്ട പരമപ്രധാനമായ രേഖയായതുകൊണ്ട് അത് വളരെ ഭദ്രമായി തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഒരു ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റിയാണ് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഷെയർ സംബന്ധിച്ച പ്രമാണം നൽകുന്നത്. നഷ്ടപ്പെട്ട പ്രമാണം വീണ്ടും ലഭിക്കുന്നതിന് ഹൗസിംഗ് സൊസൈറ്റിയിൽ വീണ്ടും അപേക്ഷ നൽകണം. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് FIRൻ്റെയും പത്രപരസ്യത്തിൻ്റെയും കോപ്പിയും ആവശ്യമാണ്. നിങ്ങളുടെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുടൻ രേഖകൾ പരിശോധിക്കുന്നതിനായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ആ മീറ്റിംഗിൽ നിങ്ങളുടെ രേഖകൾ പരിശോധിക്കുകയും സത്യസന്ധമെന്ന് ബോധ്യപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് അനുവദിക്കപ്പെടുകയും ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നിങ്ങളിലെത്തിക്കാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.